യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളിപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിട്ടൊക്കെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് എന്താണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇപ്പോൾ അപ്ലിക്കേഷൻ പോർട്ടലൊക്കെ ഏകദേശം ഇവിടെയൊക്കെ ക്ലോസ് ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഫസ്റ്റ് ലിസ്റ്റ് ഇന്നലെ വന്നു. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരു ഫോം കിട്ടും. നിങ്ങൾ അപ്ലൈ ചെയ്തതിൻ്റെ ഒരു ഫോം കിട്ടും. ആ ഫോമൊക്കെ പ്രിൻ്റ് എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയാണോ കൊടുത്തിട്ടുള്ളത് ആ യൂണിവേഴ്സിറ്റീൻ്റെ വെബ്സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. നമുക്കൊരു ഡേറ്റ് തന്നിട്ടുണ്ടാവും എപ്പോഴാണ് ഫസ്റ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വെബ്സൈറ്റും ചെക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ലിസ്റ്റിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇമെയിലും വരും. അപ്പോൾ ഇമെയിൽ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയോ ഇല്ലേ എന്നുള്ള കാര്യം. എന്നിട്ട് എന്തായാലും എല്ലാവർക്കും ചിലപ്പോൾ ഫസ്റ്റ് ലിസ്റ്റിൽ അഡ്മിഷൻ കിട്ടിക്കോണമെന്നില്ല. അതുകൊണ്ട് തന്നെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. അപ്പം വെബ്സൈറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വെയിറ്റ് ലിസ്റ്റിലാണോ അല്ലെങ്കിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആയ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെബ്സൈറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഒരു കാര്യം വരുന്നത്. നിങ്ങൾ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും, അതായത് നിങ്ങൾ കൊടുത്ത കോഴ്സ് ഉണ്ടല്ലേ, ഓരോ കോഴ്സിൻ്റെയും ഫസ്റ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അഡ്മിഷൻ കിട്ടിയതല്ല, വെയിറ്റിംഗ് ലിസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇനി എനിക്ക് അഡ്മിഷൻ കിട്ടുമോ, നെക്സ്റ്റ് ലിസ്റ്റ് വരുമ്പോൾ ഇത് ഫസ്റ്റ് ലിസ്റ്റ് ആണല്ലോ ഇട്ടത്, സെക്കൻഡ് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള ഒരു ഐഡിയ എന്തായാലും കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കാം. പിന്നെ ഉള്ള കാര്യം എന്താ വെച്ചാൽ ഒരു ഡേറ്റ് തന്നിട്ടുണ്ടാവും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള. ആ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഡേറ്റ് വരെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും കുറച്ച് യൂണിവേഴ്സിറ്റീസ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി അല്ല ഈ യൂണിവേഴ്സിറ്റി എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കിട്ടിയ യൂണിവേഴ്സിറ്റി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഒന്ന് ആലോചിക്കും. എനിക്ക് ഇതല്ലായിരുന്നു, മറ്റതാണ് വേണ്ടിയിരുന്നത്, മറ്റേ കിട്ടിയില്ലെങ്കിലാണ് ഞാനിത് പ്രിഫർ ചെയ്യുന്നതെന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇവിടെ അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് കിട്ടിയ യൂണിവേഴ്സിറ്റിയിൽ. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചാൻസ് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ട് അഡ്മിഷൻ എടുക്കുക. ചില യൂണിവേഴ്സിറ്റികളിൽ ഓൺലൈൻ പേയ്മെൻറ്റ് ഉണ്ടാവും, ചില യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്തിട്ട് അഡ്മിഷൻ എടുക്കുക. എന്നിട്ട് പിന്നെ നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് കിട്ടിയാൽ ഇത് മാറ്റി നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടും. അപ്പോൾ ഈ പേയ്മെൻറ്റ് അവിടെ അഡ്മിഷൻ എടുത്താൽ ഇവിടുന്ന് പേയ്മെൻറ്റ് തിരിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അത് അല്ലാണ്ട് നമ്മളിപ്പോൾ അഡ്മിഷൻ എടുക്കണില്ല എന്നുള്ളൊരു ഇതിലാണ് പിന്നെ എടുക്കാന്നുള്ള അങ്ങനെയൊന്നും പറ്റില്ല. ഇവിടെ ഫസ്റ്റ് ലിസ്റ്റിൽ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് കിട്ടിയ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണം. ഇല്ലെങ്കിൽ പിന്നെ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതാണ്. ചില യൂണിവേഴ്സിറ്റികളിൽ ഓൺലൈനായിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ചില യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അവിടെ പോയിട്ട്, അതായത് ഓഫ്ലൈനായിട്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. ഇവിടുത്തെ ഒരു ഇതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക്, അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചൽ പ്രദേശിൽ നമുക്ക് ഓൺലൈനായിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പം നമ്മൾ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ അതായത് നമുക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ ഓപ്പൺ ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ അവിടെ പോയിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇഫ്ലൂലൊക്കെ നമ്മൾ അവിടെ പോയിട്ട് പേയ്മെൻറ്റ് ചെയ്യണം. ആ സമയത്ത് നമ്മളെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും. അപ്പം അതൊക്കെ സെറ്റാക്കിയിട്ട് വേണം നമ്മൾ പോകാൻ. അപ്പോൾ അവിടെ പോയിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡേറ്റ്, ഒരു ടൈം തരും. ആ ടൈമിൻ്റെ ഉള്ളിൽ അവിടെ എത്തിയിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് അഡ്മിഷൻ ഉറപ്പാക്കുക എന്നുള്ളതാണ്. നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം, അതായത് ഓൺലൈൻ പേയ്മെൻറ്റ് ആണെങ്കിൽ നമുക്കൊരു അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്ലിപ്പ് ഉണ്ടാവും. അതെന്തായാലും നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വെക്കണം. ആ ഒരു സ്ലിപ്പ് വരുന്നത് ഇതിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത ഡീറ്റെയിൽസും കാര്യങ്ങളും, നമ്മുടെ ഏത് കോഴ്സാണ്, അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെയാണ് ഇതിലുണ്ടാവുക. അപ്പം ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ട് അതെന്തിനേക്കാളുള്ള ഫീ ആണ് എന്ന ഡീറ്റെയിൽസും ആ ഒരു അക്നോളജ്മെൻറ്റ് സ്ലിപ്പിലുണ്ടാവും. അപ്പോൾ അത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് ഈ ഒരു അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് നമ്മൾ എന്തായാലും സബ്മിറ്റ് ചെയ്യേണ്ടി വരും. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തായാലും അഡ്മിഷനൊക്കെ ഉറപ്പായല്ലോ. പിന്നെയുള്ള പ്രൊസീജിയറാണ്, നമുക്കൊരു ഡേറ്റ് തന്നിട്ടുണ്ടാവും, നമ്മുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഡേറ്റ് എന്തായാലും വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടാവും ഓരോ യൂണിവേഴ്സിറ്റിൻ്റെ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അവിടെ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു ഓഗസ്റ്റ് ഒക്കെ ആകുമ്പം, ഇവിടുത്തെ രീതിയിൽ ഇവിടെ ഓഗസ്റ്റ് ആകുമ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങും. അപ്പോൾ നിങ്ങൾ നേരത്തെ ആ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട്, ഓരോ യൂണിവേഴ്സിറ്റിയിലും ഡിഫറെൻറ്റ് ടൈമും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ ഓരോന്ന് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആ ടൈമിനുള്ളിൽ എത്താനും അതിൻ്റെ ഉള്ളിൽ തന്നെ
എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അവിടെ വെരിഫൈ ചെയ്യാനുള്ളതെന്നൊക്കെ അവർ നമ്മുടെ ഈ ലിസ്റ്റ് വന്ന ആ ഒരു PDF തന്നെ ഇവിടുത്തൊക്കെ അതിൽ ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉറപ്പ് വരുത്തിയിട്ട് അതൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെക്കുക. ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ വേണ്ടതെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനിൽ അവിടെ എത്താമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവിടുത്തെ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഹെൽപ്പ് ഡെസ്ക്, പിന്നെ അവിടുത്തെ ഏതെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്ത സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരു മലയാളി ഉണ്ടെങ്കിൽ അയാളുമായിട്ട് സംസാരിച്ചിട്ട് ചാറ്റ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് സെറ്റാക്കാം. പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ഈ OBC കാറ്റഗറി, അതായത് ജനറൽ കാറ്റഗറി അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ജനറൽ കാറ്റഗറിയിലുള്ള ഒരു കുട്ടി അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കാറ്റഗറിയിലേക്ക് പിന്നെ ചാൻസ് ഉള്ളത് ആ ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് തന്നെയാണ്. ഒരാൾ ചോദിച്ചിരുന്നു ഇങ്ങനെ OBC ഉള്ള ആൾക്ക് അങ്ങനെ ആണോ എന്ന് ചോദിച്ചിരുന്നു. അങ്ങനെയല്ല, ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികൾ തന്നെ എടുക്കുക, OBC കാറ്റഗറിയിലേക്ക് OBC കാറ്റഗറി. അപ്പം ഇപ്പം നിങ്ങൾ OBC ആണെന്നുണ്ടെങ്കിൽ OBC എന്നുള്ള ഒരാൾ നിങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ലിസ്റ്റിൽ സെലക്ട് ആയ കുട്ടികളിൽ ഈ OBCയിലുള്ള ആൾ അവിടുന്ന് അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടുള്ളൊരു ഓപ്ഷൻ വരുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ.